ലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബീട്രൂട്ട് ലേഹ്യമാണ്. അതിനായി ഞങ്ങൾ ഇന്ന് ഒരു 4 ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ക്യാരറ്റ്, 100 ഗ്രാം കാഷ്നട്ട്, ഇത് 1 തേങ്ങയുടെ 1-ാം പാല്, ഇത് 2-ാം പാല്, ശർക്കര ഉരുക്കിയത്, 2 പട്ട, 6 ഗ്രാമ്പു. നമ്മൾ നെയ്യ് ആവശ്യത്തിന് എടുക്കുവാണ്. ഞാൻ ചെറിയ 2 ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആദ്യം ഇത് നമുക്കൊന്ന് വേവിക്കണം. കുക്കറിനകത്തിട്ട് 2 വിസിലടിച്ച് നമുക്ക് വേവിക്കണം. അതായത് 2-ാം പാൽ ഒഴിച്ച് വേണം ഇത് നിങ്ങൾക്ക് വേവിക്കാനായിട്ട്. ബീട്രൂട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ നമുക്ക് എടുത്ത് വെച്ച 2 പട്ടയും ഗ്രാമ്പും ഇതിൻ്റെ കൂടെ ഇടാം. 2-ാം പാലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 2 വിസിൽ വേണം അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം ഒന്ന് സ്ലോയിലും സ്ലോ അല്ല മീഡിയമിലും, രണ്ടാമത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ അടിക്കണം. നമ്മുടെ ബീട്രൂട്ട് ഏകദേശം വന്നു. ഞാൻ ക്യാരറ്റ് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, ഞാൻ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാരറ്റും കൂടെ ഇട്ട് ഇച്ചിരിയും കൂടെ ഒരു ഇതായിരിക്കും, ടേസ്റ്റും കൂടെ ആയിരിക്കും. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിനി മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് നമുക്കിനി അടുത്തതിലേക്ക് പോകാം. നമ്മളിനി ഇത് മിക്സിയിൽ അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ കാഷ്നട്ടും കൂടെ ഇട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം ബീട്രൂട്ട്, ക്യാരറ്റ്, കാഷ്നട്ടൊക്കെ ഇട്ട് അരച്ച് നല്ല പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആയിട്ട് അടുത്ത് ചെയ്യേണ്ടത് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. നമുക്കിനി ഞാൻ എടുത്ത് വെക്കുന്ന ഒരു സോസ് പാനാണ്. നമുക്കിനി തീ കത്തിച്ചിട്ട് അതിൽ ഇത് നല്ല പോലെ ഒന്ന് ചൂടാകട്ടെ. നമ്മളെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ ഗീ ആഡ് ചെയ്യുവാണ്. നമ്മൾ ഗീ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ അരച്ചൊരു 2-ാം പാലാണ്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് തെറിക്കാനൊന്നും പാടില്ല. നമ്മൾ തീ കൂട്ടി ഇടുമ്പോഴത്തേക്ക് ദേഹത്തേക്കൊക്കെ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. തീ കൂട്ടിയും കുറച്ചും വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. നല്ലപോലെ ഇതിൻ്റെ നീരൊന്ന് വറ്റി വരണം. ഇച്ചിരിയും കൂടെ കുറുകാനുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഞാനൊരു 3/4 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ഉരുക്കി അരിച്ച് വെച്ചതാണ്. അത് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം ഇതിലേക്ക് തെറിക്കാതെ, പതുക്കെ കുറേശ്ശെ വേണം ഒഴിച്ച് ഇളക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഒരു പാകമാകുന്നത് വരെയും ഇച്ചിരി കുറുകി വരുന്ന ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കൊന്ന് മീഡിയം ഇട്ട് കൊടുക്കണം. മൊത്തം ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല.
നമ്മളിപ്പം ശർക്കര ഒഴിച്ച ശേഷം ഏകദേശം ഇപ്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇളകുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം, തിളച്ച് മൊത്തം ഇതാകാനാണ്, തെറിക്കും ചുറ്റിനും. അപ്പം നമ്മൾ തീ കുറച്ചിട്ട് വേണം, ഇത് ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം, ഇളക്കാതെ ആരും ഇരിക്കരുത്. ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് പൊട്ടി ഇങ്ങനെ തെറിക്കാതിരിക്കത്തുള്ളൂ. ഉണ്ടല്ലോ, ഇതിങ്ങനെ തെറിച്ച് പോകും. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് വീണ്ടും 2 സ്പൂണ് നെയ്യ് ഒഴിക്കുവാണ്. നമുക്കിപ്പോൾ ഏകദേശം ലേഹ്യം ഇച്ചിരി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാല് ഒഴിച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ഒഴിക്കാൻ, അതായത് തെറിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ശകലം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി പാടാണ്, ഇത്രയും സമയം നമ്മളിത് അടുത്ത് നിന്ന് നമ്മളിത് ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. കൈ വിട്ട് കഴിഞ്ഞാൽ മൊത്തം ഇതിങ്ങനെ ഇളകി തെറിച്ച് ഇങ്ങനെ പോകാനുള്ള സാധ്യത കൂടുതൽ, സാധ്യതയല്ല, അങ്ങനെ തെറിച്ച് പോകും. അപ്പം നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ടാലും പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മുടെ ലേഹ്യം ഇപ്പം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു കട്ടിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വകഞ്ഞ് മാറ്റുമ്പോൾ പെട്ടെന്ന് ആണോ ഈ കൂടി വരുന്നത്, ഇങ്ങനെ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ലേഹ്യം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കൂടുതലും ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് കഴിക്കാം, കൗമാരക്കാർക്കും എല്ലാവർക്കും, രക്തക്കുറവുള്ളവർക്കും ഒക്കെ ഇത് നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട്. പിള്ളേർ ഒരാഴ്ച പോലും വെച്ചേക്കത്തില്ല, അതിനു മുമ്പേ പിള്ളേർ തന്നെ കഴിച്ച് തീർക്കാറുണ്ട്. നമുക്ക് ഇതിന് തണുത്തതിന് ശേഷം നമുക്കിനി നല്ല ഒരു കുപ്പിയിലേക്ക് ഒക്കെ മാറ്റി വെക്കാം. ഇതിപ്പോൾ ലേഹ്യം നമ്മുടെ ലേഹ്യം ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷമേ നമ്മൾ അടുത്ത കുപ്പിയിലോട്ട് മാറ്റും. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചില്ല് കുപ്പിയാണ്, അതാണ് ഏറ്റവും നല്ലത്. കഴുകി ഉണക്കിയ ഒരു ചില്ല് കുപ്പിയിലേക്ക് നമുക്ക് കോരി മാറ്റി വെക്കാം. നമ്മുടെ ഇപ്പം ലേഹ്യം ഞാനിപ്പോൾ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേട്ടോ, എനിക്ക് ഇത്രയും ലേഹ്യമാണ് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നല്ലൊരു ലേഹ്യമാണ്, ഹെൽത്തി ആയിട്ടുള്ളത്. വിളർച്ചയ്ക്കും ഗർഭിണികൾക്കും എല്ലാവർക്കും 10 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ഉപയോഗിക്കുന്നതുമാണ്. പിന്നെ ഇതെല്ലാവരും മസ്റ്റായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.